ഇന്ന് പത്മ എന്നോട് ചോദിച്ചു, ഓണം വരെയല്ലേ, അഞ്ജലി ചേച്ചി ഇനി വീട്ടിലേക്ക് വരില്ലേ ആര്യേച്ചിന്ന്. നെഞ്ചിലൊരു കഠാര കുത്തിയിറക്കുന്ന മൂർച്ചയുണ്ടായിരുന്നു ആ ചോദ്യത്തിന്. പക്ഷെ അത് പുറത്ത് കാണിക്കാനാവില്ലല്ലോ. നിന്റെ അഞ്ജലി ചേച്ചി വരും, നിനക്ക് നീതി വാങ്ങിത്തരും. കാരണം അവളുടെ പേര് അഡ്വക്കേറ്റ് അഞ്ജലി എന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. ഏറെ പ്രതീക്ഷയോടെ ആ പാവം എന്നെ നോക്കി ചിരിച്ചു. ഞാനും ചിരിച്ചു. മറ്റൊന്നും ആ പാവത്തിനോട് പറയാൻ എനിക്കാകുമായിരുന്നില്ല. അഞ്ജലി, നീ എന്നാ ഇനി ഈ വീട്ടിലേക്ക് പഴയതുപോലെ ചിരിച്ചോണ്ട് കയറി വരിക? നീ ഇല്ലാതെ വരാൻ പോകുന്നൊരു ഓണക്കാലം എനിക്കിത് ആദ്യമായിട്ടാ. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലെല്ലാവർക്കും. പുറമെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അമ്മാവനും അമ്മായിയും എല്ലാം നിന്റെ വരവനായി കാത്തിരിക്കുക, നീ ഓണസമ്മാനവും കൊണ്ടുവരുന്നത് കാണാൻ. നീ വരില്ലേ? വരും. വരാതിരിക്കാൻ നിനക്കാവില്ല. അല്ല, നീ ഇക്കുറി ഓണത്തിന് വന്നാ ഞാനിപ്പോ എന്താ നിനക്ക് തരിക? ആര്യമോളെ, ആര്യമോളെ, ഒന്നിങ്ങി വന്നേ. എന്താ അമ്മായി വിളിച്ചേ? ആ, ദേ ഈ പായസം നോക്കിയേ, മധുരം ശരിയല്ലേന്ന്. ആ, മധുരം പാകല്ലേ നോക്ക്. സൂപ്പർ. രക്ഷപ്പെട്ടു. പായസത്തിന് മധുരം കുറഞ്ഞ ആ പെണ്ണിന്റെ മോന്തായം കറക്കും. അതേതായാലും കഴിഞ്ഞു കിട്ടി. ഇനി പപ്പടം കൂടി കാച്ചു കഴിഞ്ഞാ ഓണം സദ്യ റെഡി. അല്ല, ഇലവട്ടം പോയി ശിവരാമേട്ടൻ എന്താ ഇതുവരെ വരാത്തത്? മോളെ, നീ ഒന്ന് പോയി നോക്കിട്ട് വാ. കള്ളക്കളി, ഇത് കള്ളക്കളി. ഇതെങ്ങനെ ശരിയാവേ? ഓ, ഒന്ന് വേഗം ചീട്ടിട്. എനിക്ക് ചാലെ പൂ എടുക്കാൻ പോണതാ. ഇത് കുഞ്ഞപ്പന്റെ സ്ഥിരം പരിപാടിയാ. കളിയിൽ തോറ്റു കുണുക്ക് വീഴുമ്പോ ഒരു ഓട്ടം പോക്ക്. അവിടെ ഇരുന്ന് ബാക്കിയുടെ കളിച്ചിട്ട് പോയാ മതി. അതെ അതെ, നമ്പർ ഇറക്കാതെ മര്യാദക്ക് ഇരുന്ന് കളിക്കും കുഞ്ഞപ്പൻ ചേട്ടാ. ഇത് വലിയ മാരണമായല്ലേ. അടുത്ത നീട്. അതെ, നിങ്ങളിങ്ങനെ ഇവിടെ ചീട്ടും കളിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ പറഞ്ഞ സാധനം വാങ്ങിയോ കുഞ്ഞപ്പ? ചക്കരവട്ടിയല്ലേ? അതെപ്പോഴേ കുഞ്ഞപ്പ സെറ്റാക്കി. ആണോ? എന്നാ പിന്നെ അതൊന്ന് എന്നോട് പറഞ്ഞൂടായിരുന്നോ? ദേ, അവളിങ്ങെത്താറായി. ആരെത്താറായിന്ന്? വേറെ ആരെത്താൻ, അഡ്വക്കേറ്റ് അഞ്ജലി തന്നെ. ആണോ? അവളും അർജുനെ അവിടെ നിന്ന് പുറപ്പെട്ടു. ദേ, ഇപ്പൊ അമ്പാടി എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അഞ്ജലി വരുന്നുണ്ടോ? എങ്കിൽ ഇക്കുറി ഞങ്ങളത് കലക്ക് കലക്ക് നോക്കിക്കോ. അയ്യോ, നശിപ്പിച്ചു, കംപ്ലീറ്റ് നശിപ്പിച്ചു. നിന്റെ ഇന്ന് ഞാൻ കുഞ്ഞപ്പ ഓടിക്കോ.
അറിയാതെ പറ്റിയ കുഞ്ഞപ്പൻ ചേട്ടൻ അമ്മായി ആ വാ, ഊഞ്ഞാലും പൂക്കളവും റെഡി. അവിടെ ഷൂട്ടിംഗ് തുടങ്ങി. വാ. ഷൂട്ടിങ്ങോ? ആ അതെ, മല്ലു ആന്റീസ് ഓണം വൈബ് എന്ന ടൈറ്റില്. ഇന്ദിരാദേവി നായികയായിട്ടുള്ള റീൽസാ. വാ കാണാം. വാ. ആ ബാബാ. ദേ, ദേ അമ്മായി, ദേ. അപ്പൊ എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം. അങ്ങോട്ട് നിക്ക്, ചേർന്ന്. ഓക്കെ ഓക്കെ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. ലവ് യു. ഹാപ്പി ഓണം. ഹാപ്പി കടക്കണ്ണിൽ മഷി മിന്നും ഉറപ്പെണ്ണിൻ കവിളത്ത് വാടകയ്ക്കെടുത്തിന് കൊണ്ടുപോകല്ലേ. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം. സംഗീതം. മോനെ സുഖല്ലേ? വാ ബാബാ, ബാബാ കേറി വാ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാൽ
വാ മടിച്ചു നിൽക്കാതെ വാച്ചാ, ഞാനല്ലേ വിളിക്കുന്നത്. വാ വാന്ന്. അച്ഛാ വാ മടിച്ചു നിൽക്കാതെ വാച്ചാ, ഞാനല്ലേ വിളിക്കുന്നത്. വാ വാന്ന്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അമ്മ നന്നായിട്ട് ഈശ്വര. അമ്മായി നോക്ക്. എനിക്ക് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അരി ആരിച്ചി ഹാപ്പി ഓണം. ഫോട്ടോ എടുക്കാം. വാ, 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 വാ. ആ, ആ അഞ്ജലി വരും, വരാതിരിക്കില്ല. സ്വന്തക്കാരും ബന്ധുക്കളൊന്നും സാക്ഷി നിന്നില്ലെങ്കിലും ഞാൻ താലി കെട്ടിയ പെണ്ണാണ് നീ. എന്തിന്റെ പേരിലായാലും ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ് എന്റെ കൺമുമ്പിൽ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കട്ടിലേക്ക് കിടക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് നിലത്ത്. താനെന്താ വല്ല തമിഴ് സിനിമയും കണ്ടിട്ടുള്ള വരവാണോ ഇത്? അല്ല, പണ്ട് ഏതോ തമിഴ് സിനിമയില് പിണങ്ങിക്കിടക്കുന്ന ഭാര്യയെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില ചീപ്പ് നമ്പറുകൾ ഇറക്കുന്ന നായകനെ കണ്ടൊരു ഓർമ്മയുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. അഞ്ജലി, ഐ എം സീരിയസ്. ഞാൻ തന്നോട് ലോഹ്യം കൂടാനോ എല്ലാം മറന്ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനോ വന്നതല്ല. ഞാൻ കാരണം താൻ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് അത് വല്ലാത്തൊരു ചീപ്പ് ഏർപ്പാടാ. ആ പ്രവൃത്തിയാണ് സിനിമകളിലുള്ളത്. നമുക്കത് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം, പ്ലീസ്. ശരി, കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഞാൻ ഒരു കോംപ്രമൈസിനൊരുക്കാം. നമ്മൾ രണ്ടുപേരും ഇന്നു മുതൽ ഒരു കട്ടില കിടക്കുക. പക്ഷെ ഒരു കണ്ടീഷൻ, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ലോകം, അർജുൻ്റെതായ ഒരു ലോകം. എന്റെ ലോകത്തേക്ക് അർജുൻ കടന്നു വരാൻ പാടില്ല ഒരിക്കലും. പിന്നെ ഞാനിങ്ങനൊരു തീരുമാനം എടുത്തതിന്റെ കാരണം കൂടി പറയാം. ഇപ്പൊ കാർത്തിക് പത്മ കേസിൽ ഈ അഡ്വക്കേറ്റ് അഞ്ജലി തോൽക്കണമെന്നും അതിലൂടെ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താവണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ട്.
അവരുടെ മുന്നിൽ തൽക്കാലം തോറ്റുകൊടുക്കാൻ ഈ അഞ്ജലി തയ്യാറല്ല. അതുകൊണ്ട് മാത്രം നമ്മൾ രണ്ടുപേരും ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒരു കിടക്കയിൽ കിടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അത് മാത്രം അർജുൻ മറന്നുപോരുത്. ഇതിനർത്ഥം അർജുൻ അഞ്ജലി ബന്ധം വീണ്ടും പഴയതുപോലെ ആയി എന്നല്ല. കാർത്തിക് പത്മ കേസിൽ അഡ്വക്കേറ്റ് അഞ്ജലി എന്റെ മുന്നിൽ തോൽക്കുന്നതിന്റെ അടുത്ത നിമിഷം നീ ഈ വീട് വിട്ടിറങ്ങണം. എന്താ, സമ്മതമാണോ? അഡ്വക്കേറ്റ് അഞ്ജലി എന്ന നീ പത്മ കേസ് തോറ്റാൽ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല അർജുന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോണം എന്നേക്കുമായിട്ട്. താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ രണ്ടുപേരും 2 പാത്രത്തിലായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഈ വീട്ടിലധികവും. പക്ഷേ മറ്റാരുടെ മുന്നിൽ തോറ്റാലും താൻ അവരുടെ മുമ്പിൽ മാത്രം തോൽക്കരുത്. അവരുടെ മുന്നിൽ മാത്രമല്ല, ആരുടെ മുന്നിൽ താൻ ജയിക്കണം. പത്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണം. അതിൽ കൂടിയ മോഹങ്ങളൊന്നും എനിക്കിപ്പില്ല അഞ്ജലി. പിന്നെ ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം എനിക്ക് തന്നോട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അന്നേരവും ഞാൻ പറയുന്നൊക്കെ തനിക്ക് കള്ളമാണെന്ന് തോന്നിയ പിന്നീട് ഒരിക്കലും തന്റെ ജീവിതത്തിൽ ഒരു കല്ലുകടിയായിട്ട് ഈ അർജുൻ ഉണ്ടാവില്ല. ഞാൻ എവിടേക്കെങ്കിലും ഒരു യാത്ര പോവും. ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്ര. എന്നോടൊപ്പമുള്ള തന്റെ ഈ ശ്വാസം മുട്ടിയുള്ള യാത്ര അതോടെ തീരും. പിന്നെ തനിക്ക് സ്വതന്ത്രമായി ജീവിക്കാം, സന്തോഷത്തോടെ. ഉറങ്ങിയല്ലേ? കൊള്ളാം. ഞാൻ ഈ സംസാരിച്ചതെല്ലാം വെറുതെയായി. താൻ എന്താണോ അഞ്ജലി എന്നെ ഒരിക്കലും പൂർണ്ണമായിട്ടും കേൾക്കാൻ നിൽക്കാത്തത്? അത്രയ്ക്ക് മോശം മനുഷ്യനാണോ ഞാൻ? കഷ്ടം. അനുചേച്ചിയാണല്ലോ. ഹലോ. ആ കാവ്യ, നീ ഇതെവിടെയായിരുന്നു? ഞാൻ നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നു. ഞാൻ താഴെ ഹാളിലായിരുന്നു. ചേച്ചി എന്താ വിളിച്ചേ? കാര്യം പറ. അത് പിന്നെ കാര്യങ്ങൾ പോകുന്ന പോക്ക് കണ്ടിട്ടേ നമ്മുടെ പ്ലാനൊക്കെ കൊളാവുന്ന ലക്ഷണമാണല്ലോ ഇവിടെ. എന്ത് പ്ലാൻ? അല്ല, എന്ത് കൊളാവുന്ന ചേച്ചി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി കാര്യങ്ങളൊന്ന് തെളിച്ചു പറയും. അത് പിന്നെ അഞ്ജലി ഇവിടെ ശംഖചക്രത്തിലെത്തിയതോടെ അവൾ ഇനി കോടതിയിലേക്ക് പോവില്ലെന്നും രാഘവൻ അങ്കിളിന്റെ ക്ലച്ചസിൽ ഒതുങ്ങി നിൽക്കുമെന്നും പറഞ്ഞതുകൊണ്ടാണല്ലോ രാഘവൻ അങ്കിള് മുന്നോട്ട് പോകുന്നത്. അതെ, കഴിഞ്ഞ ദിവസം കൂടി അച്ഛൻ രാഘവൻ അങ്കിളിനെ ഫോണിൽ വിളിച്ചപ്പോ അങ്കിൾ ആ കാര്യം പ്രോമിസ് ചെയ്തിരുന്നതാ. എന്നാ ആ പ്രോമിസ് ഒക്കെ പാഴ്വാക്കാവുന്ന ലക്ഷണമാ. എന്നുവെച്ചാ എന്ന് വെച്ചാ നമ്മുടെ എല്ലാവരുടെയും കണ്ണില് വിരലിട്ട് കറക്കിക്കൊണ്ടിരിക്കും ആ അഞ്ജലി. അവൾ ഇന്ന് കോടതിയിൽ പോയിന്ന്. സത്യമാണോ ചേച്ചി പറയുന്നേ? പിന്നല്ലാതെ. നിന്നെ ഈ സമയത്ത് വിളിച്ച് കള്ളം പറയേണ്ട കാര്യം എനിക്കെന്താ? അത് അപകടമാണല്ലോ. തീർന്നില്ല. അവളില്ലേ ആ പത്മ, ഒരിടവേളയ്ക്ക് ശേഷം അവള് വീണ്ടും രാജാജി കോളനിയിൽ ഫോളിനായിട്ടുണ്ട്. അതും അഞ്ജലിയുടെ സ്വന്തം വീട്ടിലേക്ക്. അഞ്ജലിയുടെ വീട്ടിലേക്കോ? അല്ല, അതെങ്ങനെയാ? എല്ലാം അവളുടെ കളിയാ, അഞ്ജലിയുടെ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവളും അവളുടെ അമ്മയും കൂടെ പ്ലാൻ ചെയ്തിട്ട് ആ പത്മയെ തിരികെ കൊണ്ടുവന്നെന്ന് തോന്നുന്നു.
പത്മ വീണ്ടും കോടതിയിൽ ഹാജരായാലുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. കാർത്തിക്കിന്റെ കാര്യം പിന്നെ സ്വാഹയാ. ഈ കേസിൽ നിന്ന് എനിക്കൊന്ന് തടിയൂരേണ്ടത് എന്റെ മാത്രം ആവശ്യമായി പോയില്ലേ. ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എടി അഞ്ജലി,